വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതിപ്പോൾ എറണാകുളമാണ് കേട്ടോ. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്നുള്ള കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ട്. മൈക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എറണാകുളത്ത് നിന്ന് പോകുന്നതാണ്. സോ നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ശരി, റൈഡ് 3 ദിവസത്തെ പരിപാടി. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എറണാകുളം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് സെൻറ്ററിൽ ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ടു ബാംഗ്ലൂർ. റൂട്ട് നമ്മുടെ റുട്ടീൻ റൂട്ട് തന്നെ. പാലക്കാട്, ഇവിടുന്ന് പാലക്കാട്, കോയമ്പത്തൂർ, സേലം. പിന്നെ വേറൊരു റൂട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അത് സത്യമംഗലം വഴി പോകുന്നത്. ചിലപ്പോൾ റിട്ടേൺ വരുമ്പോൾ അതിൽ വരാൻ വേണ്ടി ഒരു പ്ലാനുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പോകുമ്പോൾ എന്താണെങ്കിലും കോയമ്പത്തൂർ എത്തിയിട്ട് അത് തീരുമാനിക്കും. തിരിച്ചേതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് റൂട്ട് വരണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരിച്ചപ്പോൾ ഒരാളും കൂടി ഉണ്ട്, ഒരു ബൈക്കും കൂടി ഉണ്ട്. എന്താണെങ്കിലും അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി. കുറച്ച് ലേറ്റായി. ഇന്നിപ്പോൾ എത്തുമ്പോഴത്തേക്കും രാത്രിയാകും. എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഇതുവരെ ക്ലൈമറ്റ് എല്ലാം ഓക്കെയാണ്. ഇന്നിപ്പോൾ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ ആലുവ ആകുന്നതേ ഉള്ളൂ. സമയം 10:40. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ഹൈവേയിലോട്ട് കയറിയിട്ട് അങ്കമാലി എത്തിയിട്ട് വല്ല എവിടെയെങ്കിലും നിർത്തി കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫ്രണ്ടുണ്ട് കൂടെ. അങ്ങോട്ട് മച്ചാൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അതും എടുത്തുകൊണ്ട് തിരിച്ച് ഞങ്ങൾ 3 പേര് ഇങ്ങോട്ട്. സോ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒന്ന് ബാംഗ്ലൂർ വരെയുള്ള പാർട്ട് ഒരു ഭാഗം ഒരു പാർട്ടായിട്ടും, റിട്ടേൺ 2ാമത്തെ പാർട്ടായിട്ടും. അങ്ങോട്ടുള്ള വീഡിയോ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ യൂഷ്വൽ ഹൈവേ റോഡാണ്, സേലം ഹൈവേ. എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇവിടെ നിന്നായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. അങ്കമാലിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. ഇപ്പോൾ കുറച്ച് എനർജറ്റിക്കായി. ഇപ്പം ചെറിയൊരു മഴയ്ക്കൊരു ചാൻസ് ഉണ്ട്. മൂടിക്കെട്ടി വരുന്നുണ്ട്. അപ്പം മിക്കവാറും പെയ്യായിരിക്കും. ഇനിയിപ്പോൾ നേരെ അടുത്ത പമ്പിൽ കയറി ഫുൾ ടാങ്ക് അടിക്കുക, എന്നിട്ട് നേരെ പോവുക. ഉടനെ മഴ പെയ്യത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ നോക്കാം. ഫുൾ ടാങ്ക് കാർഡ് എടുക്കത്തില്ലേ ചേച്ചി? ഗോപ്രോ ഇടയ്ക്ക് വെച്ച് ഓഫായിപ്പോയി, ബാറ്ററി തീർന്നിട്ട്. ഇത്ര നേരം ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റെക്കോർഡും ആയില്ല, ഒന്നും ആയില്ല. പാലക്കാട് പോലും എത്തിയിട്ടില്ല. സമയം 12:30. റോഡൊക്കെ കുറേ അത്യാവശ്യം, ഇവിടെയൊക്കെ അത്യാവശ്യം വടക്കഞ്ചേരി കഴിഞ്ഞിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ബാക്കി പണിയും കൂടെ കഴിയുവാണെങ്കിൽ പൊളിച്ചാണ്. ഇത് നല്ലൊരു സ്ട്രെച്ചാണ് കേട്ടോ. വടക്കഞ്ചേരിക്കും തൃശ്ശൂരും പാലക്കാടിനും ഇടയ്ക്കുള്ള ഒരു നല്ല സ്ട്രെച്ചാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഈ കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്. സെയിം നമ്മുടെ തമിഴ്നാട്ടിലെ വലിയ ഹൈവേ കൂടെയൊക്കെ പോകുന്ന അതേ സെയിം വ്യൂ ആണ്. സ്ട്രൈറ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മലയും 2 സൈഡും തെങ്ങും അതൊക്കെ.
എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നോ, എത്ര തവണ ബസ്സിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബ്ലോക്ക് അടിച്ച് കിടപ്പുണ്ടെന്നറിയോ. അതേ വരുന്നു. ഈശ്വര, അവിടുത്തെ ഡേഞ്ചറസ് സാധനമാണ്. പാലക്കാട്, തൃശ്ശൂർ എല്ലാ സ്ഥലങ്ങളും നോക്കിടുന്ന് കണ്ടിട്ടുണ്ട് പൊന്നോ. ഫാക്ടറികളുണ്ട് കേട്ടോ, മലബാർ സിമെൻറ്റ്സ്, പിന്നെ വേറെ എന്തോ ഉണ്ട് അപ്പുറത്ത്. നാളെ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ. പിന്നെ എന്താ, പണ്ടൊക്കെ ഇവിടെ GST ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ മൊത്തം ലോറികളുടെ ബഹളമായിരുന്നു. ബസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ പെട്ടുപോകുമായിരുന്നു. ഈ സെൻട്രലൈസ്ഡ് ടാക്സിൻ്റെ സംഭവമൊക്കെ വന്നത് പിന്നെ ആ പ്രശ്നമൊക്കെ എല്ലാം ഓൺലൈനായ പിന്നെ ഇവിടെ തിരക്കൊക്കെ കുറഞ്ഞെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ അങ്ങോട്ടുള്ളവരടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം നമ്മുടെ കൂട്ടുകാരൻ വണ്ടി ഓടിക്കും, ഞാൻ പുറകെ ഇരുന്ന് വീഡിയോ എടുക്കും. എൻ്റെ അമ്മ, സമയം 2:11. ഇനി ഇവിടെ നിന്നൊരു 360 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ. അതൊരു എത്ര മണിക്കൂർ, ഒരു 5-6 മണിക്കൂർ ഓട്ടിക്കും. വലിയ ധൃതിയൊന്നുമില്ല, നമുക്ക് പയ്യെ ഇതൊക്കെ ചെയ്തങ്ങ് പോവാം. ഇത് ഈയിടെ എന്തോ പണി കഴിഞ്ഞ ഫ്ലൈ ഓവർ എന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം. 1, 2, 3, 4, 8 വരി ഫ്ലൈ ഓവർ പൊളിച്ച്. ഓ, സ്മൂത്തായിട്ടങ്ങ് പോകും കേട്ടോ, ഒരു രക്ഷയില്ല. സേലം വഴി ആരെങ്കിലും കടന്നു പോകുന്നുണ്ട്, ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കേട്ടോ. സേലം ബിരിയാണി, RR ബിരിയാണി. RR ബിരിയാണി. കുറച്ച് സമയത്തേക്ക് ഞാൻ റെസ്റ്റ്. നമ്മുടെ മച്ചാൻ വണ്ടി ഓടിക്കും. ഫുൾ ടാങ്ക്. போதும் போதும்.
ഫൈനലി നമ്മൾ ബംഗളൂരു എത്തി. സമയം 9:30. ശരിക്കും ലേറ്റായി. കുറേ ബ്രേക്ക് എടുത്ത് ഒറ്റ ഇരിപ്പല്ലേ, കുറേ ബ്രേക്ക് എടുത്ത് അങ്ങോട്ട് സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് ഞങ്ങളുടെ റൂമിലേക്കൊരു 10-15 കിലോമീറ്റർ കാണും. RT-PCR ഒക്കെ എടുത്തിട്ട് ആരും ചോദിച്ചില്ല. RT-PCR അവിടെ ഇങ്ങനെ ഒരു ചെക്കിങ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ പാസ് അതും ആരും ചെക്ക് ചെയ്തില്ല. പറയാൻ പറ്റത്തില്ല, ചിലപ്പം ഭാരതത്തോടെ ഇതുപോലെ ടൈം പോയിട്ടിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്തില്ല. ചിലപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും വരുമ്പോഴേക്കും ചിലപ്പോൾ ചെക്ക് ചെയ്യായിരിക്കും, പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും തമിഴ്നാട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്തോളൂ. RT-PCR ചെയ്യുന്നത് നല്ലതാണ് എന്താണേലും. പിന്നെ ഈ പാസ് എടുത്ത് വെച്ചു. എനിക്ക് തോന്നുന്നത് മെയിനായിട്ടും ഇപ്പോൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ അത്രയ്ക്ക് വലിയ ചെക്കിങ് കുറവാണ് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിടത്തോളം വീഡിയോ ഒക്കെ കണ്ടിടത്തോളം വടക്കോട്ട് നമ്മുടെ വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് കയറുന്നതും അവിടുന്ന് നിലമ്പൂർ വഴി ഒരു ഊട്ടിക്ക് പോകുന്ന ആ സൈഡ് അവിടെയൊക്കെ മെയിനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ മൊത്തത്തിലല്ല, ബട്ട് മേ ബി വീക്കെൻഡൊക്കെ ചോദിക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. സോ ഗൈസ്, ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലേക്കുള്ള വീഡിയോ ഉണ്ട്. അത് വേറെ റൂട്ടിൽ പോകാനാണ് പ്ലാൻ. കാരണം മാക്സിമം നമ്മുടെ മൈസൂർ ബന്ദിപ്പൂർ വഴി ബന്ദിപ്പൂർ മുതുമല ടൈഗർ റിസർവ് അതെല്ലാം കവർ ചെയ്തുള്ള റൈഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും. അത് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in next video. Bye bye.